ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? പലരും നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്. അതായത് മാർക്കറ്റൊക്കെ മൂവ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഗോൾഡൊക്കെ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സെല്ല് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബൈ കൊടുത്തിട്ടുണ്ട്, സോ ഇനി സെല്ലിലേക്ക് പോകുമോ ബൈയിലേക്ക് പോകുമോ, എവിടെ വെച്ചാണ് മാർക്കറ്റിൻ്റെ സെല്ലും ബൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ട്രേഡ് ചെയ്യുന്നവർ പല ടൈപ്പിൽ എടുക്കുമല്ലേ. അതായത് ഇപ്പോൾ ചിലർ ലണ്ടൻ സെഷനിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ ഏഷ്യൻ സെഷനിൽ ചെയ്യുന്നവരുണ്ടാവും, ന്യൂയോർക്ക് സെഷനിൽ ചെയ്യുന്നവരുണ്ടാവും, സ്കാൽപ്പ് ചെയ്യുന്നവരുണ്ടാവും. എന്നാലും ഓവറോൾ എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നറിയാൻ അറിയാതെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലോസ് വരും. അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങോട്ടാണ് ഒരു ഓവറോൾ മാർക്കറ്റ് എങ്ങോട്ടാണ്, അതായത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ട്രേഡിങ്ങിൻ്റെ വിന്നിങ് റേഷ്യോ കുറച്ചും കൂടി കൂടും. സോ ഒരിക്കലും 100%ഉം മാർക്കറ്റ് ഇന്ന ഡയറക്ഷനിലാണ് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. അതുപോലെ ഒരുപാട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള റീസണും മാർക്കറ്റിൽ വരും. കാരണം ട്രേഡിംഗ് ആണ്, മാർക്കറ്റാണ്, ഒരിക്കലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന ഡയറക്ഷനിൽ 100%ഉം പോകും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സപ്ലൈ സോണ്, ഡിമാൻഡ് സോണ്, അല്ലെങ്കിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, കുറച്ച് കീ ലെവൽസ് ഒക്കെ മനസ്സിലാക്കിയിട്ട്, അതുപോലെ ട്രെൻഡ് ലൈന്, പിന്നെ നമ്മുടെ സ്മാർട്ട് മണി കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ഇങ്ങനത്തെ കുറച്ച് കീ ലെവൽസ്, കീ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന ഡയറക്ഷനിൽ നിന്ന് മാർക്കറ്റിന് തിരിച്ച് ബൈയിലേക്ക് വരാം, അല്ലെങ്കിൽ തിരിച്ച് സെല്ലിലേക്ക് പോകാം, മാർക്കറ്റ് ഡൗൺ ഇറങ്ങാം, മാർക്കറ്റിന് ലോങ് പോവാം എന്നൊക്കെ കുറച്ചൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വിന്നിങ് റേഷ്യോ കൂടും. അപ്പോൾ ഒരു റാൻഡം ടൈമിൽ, അതായത് സ്കാൽപ്പ് ചെയ്യുന്നവർ ചിലപ്പോൾ ഫുൾ ഡേ നോക്കിയിരുന്ന് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഒരു 1 hour 2 hour നോക്കിയിരുന്ന് ചെയ്യുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ സെഷൻ വൈസ് ചെയ്യുന്നവരുണ്ടാവും. ഇതൊന്നല്ലാതെ നമ്മളൊരു റാൻഡം ടൈമിൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൊത്തത്തിലൊരു മാർക്കറ്റ് അനലൈസ് ചെയ്യുക, അതായത് ജസ്റ്റ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും, ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുക, എങ്ങനെയാണ് സ്കാൽപ്പ് ചെയ്യുക, ഇത് അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഇത് പലർക്കും ശരിക്കും അറിയില്ല. ജസ്റ്റ് ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി നേരെ കൊണ്ട് അപ്ലൈ ചെയ്യാതെ മാർക്കറ്റിൽ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ കീ ലെവലുണ്ട്, അതായത് ഇപ്പോൾ ഒരു ഡിമാൻഡ് സോൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺ ആയിരിക്കും. കറക്റ്റ് ആ സോണിൽ പോയിട്ട് നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ സോണിൽ നിന്ന് മാർക്കറ്റിന് മാറ്റങ്ങൾ സംഭവിക്കാം, ആ സോൺ ബ്രേക്കായി പോവാം, അല്ലെങ്കിൽ ആ സോണിൽ നിന്ന് റിട്ടേൺ അടിക്കാം. അപ്പോൾ അങ്ങനത്തെ സോണിൽ വരുമ്പോൾ ഒന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിന്ന് വാച്ച് ചെയ്ത് നെക്സ്റ്റ് എന്ത് മൂവ്മെൻ്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇത് പലരും വിട്ടുപോകും. അതുകൊണ്ട് തന്നെ എത്ര സ്ട്രാറ്റജീസ് നല്ല രീതിയിൽ പഠിച്ചാലും എന്തൊക്കെ മെത്തേഡ്സ് കയ്യിലുണ്ടെങ്കിലും മൊത്തത്തിലുള്ള മാർക്കറ്റിൻ്റെ ട്രെൻഡ് തിരിച്ചറിയാതെ, മൊത്തത്തിൽ മാർക്കറ്റ് ഇത്തരത്തിലുള്ള കീ ലെവൽസ് തിരിച്ചറിയാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് വരില്ല, ലോസ് ആയിരിക്കും നമുക്ക് വരിക. സോ ഇങ്ങനത്തെ കീ ലെവൽസ് ഒക്കെ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. നമ്മളൊരു അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഒരു ഹയർ ടൈം ഫ്രെയിമിലാണ്. നമ്മൾ ട്രേഡ് ഏത് ടൈം ഫ്രെയിമിൽ എടുത്തോട്ടെ, പക്ഷെ നമ്മളെപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൻ്റെ പോസിബിലിറ്റീസ് നോക്കണം. എല്ലാവരും കൂടുതലും സ്കാൽപ്പിങ്ങിലേക്കാണ് നോക്കുന്നത്. അതുപോലെ ഇതിലൊരു പരിചയമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഒരു ഡൗണിലെത്തിയാൽ ഇവിടെ നിന്ന് ഒരു ബൈ ഇടും, അപ്പിലെത്തുമ്പോൾ ഒരു സെല്ലിടും, കാരണം അവിടെ നിന്ന് ഇറങ്ങും, ഇവിടുന്ന് കയറും, ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പോലും നോക്കാതെ ഇപ്പോൾ ഇത് താഴേക്ക് ഇറങ്ങിയല്ലോ, ഇനി ഒരു ബൈ ഇടാം, കുറച്ച് കയറുമ്പോൾ ഓക്കെ സെല്ലിടാം, വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് ഇടില്ല. സോ മാർക്കറ്റ് എന്തായാലും കുറേയൊക്കെ സിഗ്സാക്ക് ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡും മൂവ് ചെയ്യുമ്പോൾ ഇതൊരു 1 minute ചാർട്ടിലൊക്കെ ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. സോ രണ്ട് സൈഡും മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നൊരു ചുമ്മാ ഒരു ബൈ ഇട്ടു, മുകളിലെത്തുമ്പോൾ വീണ്ടും സെല്ലിട്ടു, സോ രണ്ട് സൈഡും മൂവ് ചെയ്യുന്നതുകൊണ്ട് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം, മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് പ്രോഫിറ്റ് കിട്ടിക്കാണും, പക്ഷേ ഫണ്ടമെൻ്റലി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ റഷ്യ-യുക്രൈൻ യുദ്ധം വരുന്നു, അല്ലെങ്കിൽ ട്രംപ് എലക്ഷൻസ് അല്ലെങ്കിൽ ട്രംപ് ഈ അടുത്ത താരിഫിൻ്റെ ന്യൂസ് വന്നായിരുന്നു, ഇങ്ങനത്തെ എന്തെങ്കിലും ഫണ്ടമെൻ്റൽ റീസൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയേഴ്സ് വരുന്ന കാര്യം ഉണ്ടായാൽ
ആയാൽ മാർക്കറ്റ്, പ്രത്യേകിച്ച് ഗോൾഡ്, നല്ല രീതിക്ക് അപ്പിലേക്ക് പോകും. അതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു പോയിന്റ് വെച്ചിട്ട് ഗോൾഡ് കണ്ടിന്യൂസ് അപ്പിലേക്ക് പോയി. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു സെല്ല് പോലും തരാതെ അപ്പിലേക്കാണ് പോകുന്നത്. ഒരു സെല്ലിന് പോലും ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ അപ്പിലേക്കാണ് പോകുന്നത്. സോ ഇങ്ങനെ മാർക്കറ്റ് പോകുമ്പോൾ തീർച്ചയായും സ്റ്റോപ്പ് ലോസ് ഇടാത്തവർക്ക് അത് വലിയൊരു, അതായത് അതുവരെ എടുത്ത പ്രോഫിറ്റ് മുഴുവൻ അവിടെ ലോസ് ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അവിടെ ലോസ് ആവാനുള്ള എല്ലാവിധ ചാൻസസും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും പഠിച്ച് മാർക്കറ്റിനെ അനലൈസ് ചെയ്തിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഒരു ലൈവ് മാർക്കറ്റാണ്, ഇതിന് ഞാൻ അനലൈസ് ചെയ്യുക ആദ്യം 4 അവർ ചാർട്ട് വഴിയാണ്. അതിന് മുമ്പ് ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലൊരു അപ്പ് ട്രെൻഡാണ്. പക്ഷേ ആ അപ്പ് ട്രെൻഡ് മാറി ഈ ഒരു ഏരിയ എന്നുള്ളതൊരു സ്ട്രെയിറ്റ് മാർക്കറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതായത് ഒരു സ്ട്രെയിറ്റ് മാർക്കറ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് കുറച്ച് അപ്പും അല്ല ഡൗൺ അല്ലാത്തൊരു സ്ട്രെയിറ്റ് മാർക്കറ്റാണെന്ന് പറയാം. അതുപോലെ ഡെയിലിയിൽ നമുക്ക് പാറ്റേൺ, അതായത് നമ്മുടെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേണും കിട്ടിയിട്ടുണ്ട്. സോ ഈ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ പ്രത്യേകത, നമ്മുടെ പ്രൈസ് ആക്ഷൻ വീഡിയോസ് നോക്കുക. ഇതിൽ നമുക്കൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മുകളിലോട്ടോ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബൈയിലേക്ക് പോകും. നമുക്ക് താഴേന്ന് വരുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് കൺസോളിഡേഷനായി ഇനി ഒരു ബ്രേക്ക് കിട്ടിയാൽ മുകളിലോട്ട് പോകാനുള്ള നല്ലൊരു ബൈയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ് ഡെയിലിയിൽ. പക്ഷേ ഡെയിലി ആണത്. സോ ആ ബൈയിലേക്ക് എത്തുക എന്ന് പറഞ്ഞത് ഒരുപാട് ടൈം എടുക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന ട്രേഡുകൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡ് പോലെയോ അല്ലെങ്കിൽ കുറച്ച് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ട്രേഡുകളാണ്. സോ നെക്സ്റ്റ് 4 അവറിൽ എന്താണ്, അപ്പോൾ അത് അവിടെ ജസ്റ്റ് വരച്ചിട്ടിട്ടുണ്ട്. 4 അവറിൽ എന്താണ്, 4 അവറിൽ നടക്കുന്നത് എന്താണെന്ന് നെക്സ്റ്റ് നോക്കുക. സോ 4 അവറിലും ഈ സെയിം നമ്മൾ ഡെയിലിയിൽ വരച്ച അതേ ഇത് 4 അവറിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ 4 അവറിൽ നോക്കുകയാണെങ്കിൽ 4 അവറിൽ ഒരു ബൈ പോയായിരുന്നു. ഒരു ബൈ പോയി, ആ ബൈ പോയിട്ട് ആ ബൈന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നു. അതായത് ആ ബൈ പോയി ബൈന്ന് ജസ്റ്റ് താഴേക്ക് വന്നിട്ട് വീണ്ടും ഒരു ബൈ കയറുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. അതായത് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട്, സപ്പോർട്ടായിട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ബൈയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് ചെറിയ പോർഷനിൽ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. സോ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ ജസ്റ്റ് ഞാൻ SMC വിട്ടിട്ടൊരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ, ഒരു സപ്ലൈ ഡിമാൻഡ് സോണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു സപ്ലൈ സോൺ ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു എന്ന് പറയാം. ഈ ഒരു സോണിൽ നിന്നാണ് മാർക്കറ്റ് സെല്ലിലേക്ക് ഇറങ്ങിയത്. സോ പിന്നീട് അതേ സോണിലെത്തിയപ്പോൾ പലരും ഈ ഒരു സോണിൽ നിന്ന് സെല്ല് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും റീറ്റെയിൽ മെത്തേഡ്സിൽ. പക്ഷേ കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണ്ടതുകൊണ്ട്, പക്ഷേ ആ സോണിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും നിൽക്കുന്നത് ഈ സോണിലാണ്. സോ ഈ സോൺ എന്തായിട്ട് ആക്ട് ചെയ്യും എന്നറിയോ, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബേസിക് വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ സപ്ലൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ബിക്കം ഡിമാൻഡ് സോൺ ആവും. സെല്ല് വന്ന സോണാണ് സപ്ലൈ സോൺ, ബൈ പോകുന്ന സോണ് ഡിമാൻഡ് സോണാണ്. സോ ഇത് സപ്ലൈ ബിക്കം ഡിമാൻഡ് ആവാം. അപ്പോൾ ഇതൊരു ഡിമാൻഡ് സോൺ ആയിട്ട് എടുത്തിട്ട് ഇനി മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ചാൻസ് ആണ്, തീർച്ചയായും മുകളിലോട്ട് പോകുന്നല്ല പറയുന്നത്, ചാൻസ് ഉണ്ട്. സോ നമ്മളിനി അതിനനുസരിച്ചിട്ടുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിവിടെ താഴെയുണ്ട്. ചിലപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വന്നിട്ടായിരിക്കും തിരിച്ച് പോകുന്നത്. അതാണ് നമ്മുടെ സെക്കൻഡ് ചാൻസ്. അപ്പോൾ ഇത് ഫസ്റ്റ് ചാൻസ് ഉണ്ട്, ഇത് സെക്കൻഡ് ചാൻസ് ഉണ്ട്. തേർഡ് ചാൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ വീണ്ടും താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകാം. അത് തേർഡ് ചാൻസ് ആണ്. ഫോർത്ത് ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ ബ്രേക്ക് നടക്കാം. ഇത്രയുമാണ് നമ്മുടെ, അതായത് ഇതിലൊന്നും എടുക്കാതെ നേരെ താഴേക്ക് വന്ന് ബ്രേക്ക് നടന്ന് സെല്ലിലേക്ക് പോകും. പക്ഷേ സെല്ലിലേക്ക് മാർക്കറ്റ് ഗോൾഡ് പോകാനുള്ള ചാൻസസ് കുറവാണ്, കൂടുതലും നമ്മൾ ബൈയിലേക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ചാൻസസ്. ഇത് നമ്മുടെ ചാൻസസ് ആണ്. ഇനി എങ്ങനെയാണ് ഇതിൽ എൻട്രി എടുക്കുക? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഇത് നിൽക്കുന്നത് ഒരു സോണിലാണ്, അതായത് ഇതൊരു സപ്ലൈ സോണിലാണ്, അതായത് സപ്ലൈ ബിക്കം ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സോണിലാണ്. സോ ഈ സോണിൽ നിന്ന് ഇനി ബൈ പോകുന്നുണ്ടെങ്കിൽ ആ ബൈക്കുള്ള കൺഫർമേഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ബൈക്കുള്ള കൺഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 15 മിനിറ്റ്സിലേക്ക് മാറ്റാം. 15 മിനിറ്റ്സിലേക്ക് മാറ്റിയിട്ട് ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ചാൻസ്, അതായത് ഈ ഒരു സോണാണ് എൻ്റെ
ഡിമാൻഡ് സോണായിട്ട് ഞാൻ വരച്ചത്. അപ്പോൾ 50 മിനിറ്റ്സ് നോക്കുമ്പോൾ അതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. സോ ഈ ഡൗൺ ട്രെൻഡ് മാറിയിട്ട് ഈ ഡൗൺ ട്രെൻഡ് അപ്പ് ട്രെൻഡായി മാറുന്നത്. സോ ഇതെനിക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് സ്മാർട്ട് മണി കൺസെപ്റ്റ് ബേസിക് ടേംസ് ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോഴ്സിലും ജോയിൻ ചെയ്യാം. പക്ഷേ ഞാൻ ഇതെല്ലാം എനിക്ക് പറഞ്ഞ് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. സോ ഇതൊരു ഡൗൺ ട്രെൻഡ് വന്നു. ഈ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ഇനിയൊരു അപ്പ് ട്രെൻഡ് ആവണം. അപ്പ് ട്രെൻഡ് ആവണമെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കണം. അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കണമെങ്കിൽ ഒരു പ്രീവിയസ് ഹൈ പോയിന്റ്, ഡൗൺ ട്രെൻഡിൻ്റെ പ്രീവിയസ് ഹൈ പോയിന്റ് ബ്രേക്ക് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ട്രെൻഡ് മാറി അപ്പ് ട്രെൻഡിലേക്ക് പോകുന്നു. അതായത് ഈ ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ബേസിക്, അത് SMC കൺസെപ്റ്റ് വഴി, അതല്ലെങ്കിൽ ബേസിക് ഐഡിയ വെച്ചിട്ട് ഈ ഒരു സോണിൻ്റെ പുറത്ത് വന്ന് ക്ലോസ് ചെയ്യുക. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ സോണിൻ്റെ പുറത്ത് വന്ന് ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് ഏതെങ്കിലും നമ്മുടെ ക്യാൻഡിൽ പാറ്റേൺസിൽ നമ്മൾ പറയുന്നുണ്ട് ബുള്ളിഷ് എൻഗൾഫിംഗ്, അതല്ലെങ്കിൽ ഒരു 3 വൈറ്റ് സോൾജേഴ്സ്, അതും അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ, ഏതെങ്കിലും ക്യാൻഡിൽ പാറ്റേൺസ് വെച്ചിട്ടോ അതല്ലെങ്കിൽ നല്ല 1-2 ക്യാൻഡിൽസ്, ഗ്രീൻ ക്യാൻഡിൽസ് ഇതിൻ്റെ പുറത്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് ബൈക്ക്. പക്ഷേ ഞാൻ കൂടുതൽ SMCയുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും തിരിച്ചൊരു FVG ഒക്കെയാണ് എടുക്കൽ. പക്ഷേ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ട്രെൻഡ് ഇപ്പോൾ സ്കൂൾ FVG അറിയാത്തവർക്ക് അത് വെച്ചിട്ട് എടുക്കാം ട്രെൻഡ്. സോ ഇത് വെച്ചിട്ട് 15 മിനിറ്റ്സിൽ എടുക്കുന്നവർക്ക് എടുക്കാം. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് 15 മിനിറ്റ്സിൽ എടുക്കേണ്ടത് 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് 1 മിനിറ്റിൽ എടുക്കുന്നവർക്ക് അങ്ങനെയും സ്കാൽപ്പ് ചെയ്യാം. അതായത് ഇതിൻ്റെ പുറത്ത് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെയും ലോവർ ടൈം ഫ്രെയിം എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഏറ്റവും ലോ നിൽക്കുന്നുണ്ട്, അതിന് മുമ്പുള്ള ഹൈ പോയിന്റിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈ ഒരു 1 മിനിറ്റിൽ വരുമ്പോഴും ട്രേഡ് എടുക്കാം, സ്കാൽപ്പ് ചെയ്ത് പോവാം. അതായത് ബൈയിലേക്ക്. അപ്പോൾ ബൈയിലേക്ക് കൂടുതൽ ട്രേഡ് പോകും. അപ്പോൾ 50 മിനിറ്റ്സിലൊക്കെ അപ്പിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് 1 മിനിറ്റിൽ പോയിട്ടൊക്കെ അപ്പിലേക്ക് സ്കാൽപ്പിംഗ് ആണ് ഇഷ്ടപ്പെടുന്നവർ അപ്പിലേക്ക് പോകും. അപ്പോൾ ചുമ്മാ നിങ്ങൾ എടുത്തിട്ട് 1 മിനിറ്റിൽ പോയി ബൈയോ സെല്ലോ കൊടുക്കല്ല. എന്താണ് അപ്പോൾ 4 ഹവറിൽ നമ്മൾ ബൈക്ക് ഒരു ചാൻസ് കണ്ടു, 50 മിനിറ്റ്സിലും ബൈക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്നു, ഇതിൻ്റെ പുറത്ത് ക്ലോസ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ബൈ ആയിരിക്കാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ബൈ വേണമെങ്കിൽ സ്കാൽപ്പ് ചെയ്യാം. അത് ജസ്റ്റ് ഈ ഒരു ഐഡിയ വെച്ചിട്ട് സ്കാൽപ്പ് ചെയ്ത് എടുക്കാം. പക്ഷെ പ്രോപ്പറായിട്ട് ഒരു ഈ സോണിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. സോ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഇനി ഞാൻ നെക്സ്റ്റ് പറഞ്ഞ പോലെ ഈ സോണിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് തന്നെ പോവാന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഈ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു FVGയിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ഈ FVG വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെല്ല് സ്കാൽപ്പ് ചെയ്യാം, സെല്ലിൽ നമ്മൾ സ്കാൽപ്പ് ചെയ്യാം. പക്ഷേ അപ്പോൾ ഈ സോണിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ആ സോണിൽ നിന്ന് FVG എടുത്തിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ FVGയിലെത്തി തിരിച്ചു പോകുമ്പോൾ 15 മിനിറ്റ്സിൽ ഈ FVGയിലെത്തി തിരിച്ചു പോകുമ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ട്രേഡ് എടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇതാണ് FVG, ഈ FVGയുടെ പുറത്ത് ക്ലോസ് ചെയ്യുമ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് 1 മിനിറ്റിലൊക്കെ പോയിട്ട് സ്കാൽപ്പ് ചെയ്ത് ബൈ എന്നുള്ള സ്കാൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ FVGയുടെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇനി ആ FVGനെ ബ്രേക്ക് ചെയ്ത് പോയാൽ നെക്സ്റ്റ് നമുക്കൊരു സെല്ല് ഈ ഒരു റെസിസ്റ്റൻസ് വരെ നമുക്ക് സെല്ല് കൊടുക്കാം. അവിടുന്ന് താഴേക്ക് പോകുന്നത് കണ്ടാൽ ഈ റെസിസ്റ്റൻസ് വരെ സെല്ല് കൊടുക്കാം, സപ്പോർട്ട് വരെ സെല്ല് കൊടുക്കാം. ഈ സപ്പോർട്ടിൽ നിന്ന് വീണ്ടും നമുക്കൊരു ബൈ കൊടുക്കാം. അപ്പം ബൈ കൊടുക്കുമ്പോൾ കൺഫർമേഷൻ വരണം. അതായത് വീണ്ടും ഈ താഴേക്ക് വരുന്ന പോർഷൻ എല്ലാം ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ടാണ് 50 മിനിറ്റ്സിൽ കാണുക. 50 മിനിറ്റ്സിൽ ഡൗൺ ട്രെൻഡ് ആയിട്ട് കാണും. എന്നിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണും. ഇതുപോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണും. ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ എന്താണെന്ന് വീണ്ടും ഞാൻ പറയാണ്, വീഡിയോസ് നോക്കുക. കാരണം എനിക്കിതിൽ പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണും. അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണുമ്പോൾ 50 മിനിറ്റ്സിൽ ബൈ കൊടുക്കാം. അല്ലെങ്കിൽ ഈ സോണിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ പാറ്റേണോ മറ്റെന്തെങ്കിലും കാര്യം കണ്ടാൽ 1 മിനിറ്റിൽ സ്കാൽപ്പ് ചെയ്ത് പോകും. ഇതിനെ കുറച്ച് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. അങ്ങനെ ചെയ്യാം. ഇനി ഇതിനെല്ലാം ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ നമുക്ക് എന്താണ് ഒരു സെല്ല് പ്രതീക്ഷിക്കാം. സെല്ല് പ്രതീക്ഷിക്കുമ്പോഴും നമ്മൾ ഓരോരോ പോയിന്റുകൾ, അതായത് ഇവിടെ നിന്ന് എടുത്ത് ഈ ഒരു പോയിന്റ്, ഇത് നമ്മുടെ അടുത്തൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പോയിന്റുകളും നമ്മുടെ റെസിസ്റ്റൻസ് പോയിന്റാണ്. ഇവിടം വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ പോയിന്റിൽ നിന്ന് വീണ്ടും ബൈ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ബൈക്കുള്ള എന്തെങ്കിലും സൂചന കിട്ടിയാൽ ബൈ എടുക്കാം. അതും ബ്രേക്ക് ചെയ്ത് പോയാൽ സെല്ലെടുക്കാം. പിന്നെ ഇവിടുന്ന് ബൈ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് സ്കാൽപ്പിംഗ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഒന്നും അറിയുന്നില്ല, നിങ്ങൾ സ്കാൽപ്പിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 4 അവർ ചാർട്ട് എടുത്തിട്ട് എന്താണ് നടക്കുന്നത്, അറ്റ്ലീസ്റ്റ് SMC കൺസെപ്റ്റ് ഒന്നും അറിയാത്തവർ ഇതുപോലത്തെ പോയിന്റ്സുകളെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഈ ഹൈ പോയിന്റുകളും ലോ
പോയിന്റുകളും മാർക്ക് ചെയ്ത് വെക്കുക. ഇതാണ് ഹൈ പോയിന്റും ലോ പോയിന്റും. ഇതെല്ലാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റുകളും ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസും ആണ്. ഇതുപോലത്തെ പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു, ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് ആ ഡയറക്ഷനിൽ വന്നു. അപ്പോൾ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ടായിട്ട് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്പിലേക്ക് പോകുന്ന സൂചനകൾ, നല്ല സ്ട്രോങ് ക്യാൻഡിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ബൈ എടുക്കാം. അതെല്ലാം വീണ്ടും താഴേക്കാണ് പോകണമെങ്കിൽ ഇവിടം വരെ പോകും, അപ്പോൾ സെൽ എടുക്കാം. പിന്നെയും ഇവിടുന്ന് അപ്പിലേക്ക് പോകുമ്പോൾ ബൈ എടുക്കാം. ബ്രേക്ക് ചെയ്താൽ ഇവിടം വരെ ഒരു സെൽ എടുക്കാം, ബൈ എടുക്കാം, ബ്രേക്ക് ചെയ്താൽ. അങ്ങനെ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും മനസ്സിലാക്കുക. എപ്പോഴും ഹയർ ടൈം ഫ്രെയിമത്തെ പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് വേണം എന്താണ് ലോവർ ടൈം ഫ്രെയിമിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സോണിൽ നിന്ന്, ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ ബൈ ആണ്, നെക്സ്റ്റ് ഒരു ബൈ ആണ്. അതായത് ഈ ഒരു പോയിന്റ് വരെ, ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റ് വരെ നമുക്കൊരു ബൈ പ്രതീക്ഷിക്കാം. അതിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരെ ബൈ പ്രതീക്ഷിക്കുക. അതായത് ഈ സോണിൽ നിന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സോണിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു FVG എടുത്തിട്ടാണ് തിരിച്ച് കയറാനുള്ള ചാൻസസ്. ഈ ഓൾറെഡി നമ്മൾ ഇവിടെ നിന്നൊക്കെയുള്ള സെല്ലുകൾ നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞിരുന്നത്, നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ വഴി, നമ്മുടെ ഫോക്കസ് ട്രെൻഡ് ഇൻഡിക്കേറ്റർ വഴി നമുക്ക് ഈ സെല്ലൊക്കെ ഓൾറെഡി കിട്ടിയായിരുന്നു. ഈ ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് ഓൾറെഡി ഈ സെല്ല് കിട്ടിയായിരുന്നു. നമ്മളത് ഓൾറെഡി എടുത്ത് നമ്മുടെ ചില സ്റ്റുഡൻസ് ഒക്കെ പ്രോഫിറ്റും ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളപ്പോൾ ഇവിടം വരെയാണ്, ഈ ഒരു FVG വരെയാണ് പ്രതീക്ഷിച്ചത്. എന്നാലും ഈ ഒരു പോയിന്റിൽ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ സപ്ലൈ ബിക്കം ഡിമാൻഡ് ഒക്കെ ആയതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇനി തിരിച്ചു കയറാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ല, അത് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ഈ ഒരു പോയിന്റാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ടോപ്പ് ടു ഡൗൺ അനാലിസിസ് എന്ന് പറയും. ഹയർ ടൈം ഫ്രെയിം, അതായത് ഹയർ ടൈം ഫ്രെയിം എല്ലാ ടൈം ഫ്രെയിമും നോക്കണമെന്നില്ല. ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഏതെങ്കിലും ഒരു 4 ഹവറിൻ്റെ ചാർട്ടിൽ എല്ലാ പോയിന്റ്സും വരച്ചിട്ടിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ 15 മിനിറ്റ്സിലല്ല, ഡയറക്റ്റ് 15 മിനിറ്റ്സിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ല നോക്കേണ്ടത്. 4 ഹവറിൻ്റെ കണ്ടോ, 4 ഹവറിൻ്റെ വരച്ചിട്ട് ഇതൊക്കെയാണ് സപ്പോർട്ട് പോയിന്റുകൾ, റെസിസ്റ്റൻസ് പോയിന്റ്. ഇവിടെ നിന്ന് തിരിച്ച് സപ്പോർട്ട് എടുത്ത് കയറാം, ബ്രേക്ക് ചെയ്താൽ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവാം. അറ്റ്ലീസ്റ്റ് അത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം ചിന്തിക്കുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 ഹവറിൻ്റെ എല്ലാ പോയിന്റ്സും വരച്ചിടുക. 4 ഹവറിൻ്റെ പോയിന്റ്സ് വരച്ചിട്ടിട്ട് ആ വരച്ചിട്ടതാണ് പിന്നീട് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ ഒന്നെങ്കിൽ ആ പോയിന്റിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകും. അടുത്ത പോയിന്റ് റെസിസ്റ്റൻസ് ആകും, അവിടുന്ന് കയറും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്താൽ പോകും. അങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെക്കാം. സോ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മളൊരു മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിനൊന്ന് അനലൈസ് ചെയ്ത് മാർക്കറ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കുമെന്ന് ഏകദേശം മനസ്സിലാക്കുക. ഏതൊക്കെ പോയിന്റിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് അതേ ഡയറക്ഷനിലേക്ക് നമുക്ക് ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും നമുക്കൊരു ഉറപ്പാണ് ആ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിന്നിങ് റേഷ്യോസ് കൂടും. അതുപോലെ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ മനസ്സിലാക്കി അതേ സെയിം ഡയറക്ഷനിലേക്ക് സ്കാൽപ്പ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന ഇതേ ഡയറക്ഷനിൽ 100% എപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതെല്ലാം നോക്കി നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ ഓപ്പോസിറ്റ് മാർക്കറ്റ് മൂവ് ചെയ്യാം. മേ ബി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വാർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പാൻഡമിക് സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ വന്നു. ഇപ്പോൾ ട്രംപൊക്കെ താരിഫിൻ്റെ ഒക്കെ ന്യൂസ് വന്ന സമയത്ത് നമുക്കറിയാം കുറേ മാറ്റങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ചൈന അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഓക്കെ ആയി, അവരുടെ ടേംസ് എല്ലാം ഓക്കെ ആയപ്പോൾ വീണ്ടും ഡോളർ ശക്തിയായി തുടങ്ങി. അപ്പോൾ ഗോൾഡ് ചെറുതായിട്ട് താഴേക്ക് വന്നു. സോ ഇതൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും. എങ്കിലും അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യങ്ങളാണല്ലോ, എപ്പോഴും ഉണ്ടാവില്ലല്ലോ. പിന്നെ അതുമല്ല, നമ്മൾ കുറച്ച് ന്യൂസൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് ഊഹിക്കാം മാർക്കറ്റ് ഇങ്ങനെയായിരിക്കും പോവുക എന്ന്. ബാക്കി ടൈമിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാർക്കറ്റ് പോവും. കുറച്ച് കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് യൂസ് ചെയ്താൽ മതി. പ്രാക്ടിക്കലി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയെല്ലാം നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ട്രേഡ് എടുത്ത് പ്രോഫിറ്റബിൾ ആവാനും സാധിക്കും. സോ മാർക്കറ്റ് നന്നായി വാച്ച് ചെയ്യുക, നല്ല നല്ല ട്രേഡ്സ് എടുക്കുക, എല്ലാവരും നല്ല പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ആവട്ടെ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. പ്രത്യേകിച്ച് ബ്രോക്കേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ബ്രോക്കേഴ്സ് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ധൈര്യമായിട്ട് വന്ന് ചോദിക്കാം. അതിൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ബ്രോക്കറെയൊക്കെ സെലക്ട് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.